വേൾഡ് കപ്പിൽ നമ്മുടെ രാജ്യം ആരാധിക്കാൻ പാടില്ലാത്ത പോർച്ചുഗലിനെ പറ്റിയുള്ള വീഡിയോ കണ്ടിരുന്നല്ലോ. ഏതായാലും അവർ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഇനി നിങ്ങൾ ഈ ടീമിനെയും ഇഷ്ടപ്പെട്ടോളൂ, പക്ഷേ അവരെ ആരാധിക്കണമോ എന്ന് വീഡിയോ മുഴുവൻ കണ്ട് തീരുമാനിക്കുക. ചിലർ അന്ധമായി ആരാധിക്കുന്ന ഈ രാജ്യത്തിന് പോർച്ചുഗീസുകാരെ പോലെ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലും ഇന്ത്യയിലും ലോകമെമ്പാടും ചോരക്കറ പുരണ്ട ഒരു അധിനിവേശ ചരിത്രമുണ്ടെന്ന് എത്ര പേർക്കറിയാം. അതിക്രൂരന്മാരായിരുന്ന പോർച്ചുഗീസുകാരെ പോലെ ഇവരും നമ്മളെ ഭരിച്ചിരുന്നു. കേരളത്തിന്റെ മലബാർ തീരത്തുള്ള മാഹി, മയ്യഴി അവർ ഏതാണ്ട് 230 വർഷം 1724 മുതൽ 54 വരെയാണ് ഭരിച്ചിരുന്നത്. പലരും വിചാരിക്കുന്നത് ഇവർ വളരെ പാവങ്ങളായിരുന്നു എന്നാണ്. എന്നാൽ അതല്ല സത്യം. ഇവർ നമ്മുടെ നാടിനെ ചൂഷണം ചെയ്തു. മാഹിയിലെ തദ്ദേശീയരായ തൊഴിലാളികളെയും കർഷകരെയും പീഡിപ്പിച്ച് അവർ ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ കടത്തിക്കൊണ്ടുപോയി. ഇതിനെതിരെ മയ്യഴി വിപ്ലവം ഉണ്ടായപ്പോൾ അവരുടെ സൈന്യം അതിനെ അതിക്രൂരമായി അടിച്ചമർത്തി. സമര നേതാക്കളെ ജയിലിലടച്ചു, ജനങ്ങളെ തോക്കിൻ മുനയിൽ നിർത്തി. മാഹിക്ക് പുറമെ പോണ്ടിച്ചേരി, കാരക്കൽ, യാനം, ചന്ദർനാഗൂർ എന്നീ ഇന്ത്യൻ പ്രദേശങ്ങളും അവർ ദീർഘകാലം ചൂഷണം ചെയ്തു. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് 7 വർഷം കഴിഞ്ഞ് 1954 മാത്രമാണ് അവർ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞുപോയത്. ആഗോളതലത്തിലും ബ്രിട്ടനും പോർച്ചുഗലും പോലെ ഏറ്റവും വലിയ അധിനിവേശ ക്രൂരതകൾ കാട്ടിയ ഒരു ജനതയാണിവർ. ആഫ്രിക്കൻ രാജ്യങ്ങൾ, വിയറ്റ്നാം, കരീബിയൻ ദ്വീപുകൾ കീഴടക്കിയ രാജ്യങ്ങളിലെ തദ്ദേശീയ സംസ്കാരത്തെയും മാതൃഭാഷയെയും പോലും അവർ ഇല്ലാതാക്കി. പോണ്ടിച്ചേരിയിൽ സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്ത് വ്യാപകമായ മതമാറ്റം നടത്തി. ആരാധനാലയങ്ങൾ തകർത്തു. സ്യൂട്ട് പുരോഹിതന്മാരുടെ ആവശ്യപ്രകാരം പോണ്ടിച്ചേരിയിലെ വേദപുരി ഈശ്വരൻ ക്ഷേത്രം 1748 ഗവർണർ ഡ്യൂപ്ലേയുടെ നേതൃത്വത്തിൽ തകർത്തത് ഒരു ഉദാഹരണം മാത്രം. അൾജീരിയയിലും വിയറ്റ്നാമിലും ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇവരുടെ സൈന്യം കൊന്നൊടുക്കിയത്. വിട്ടുവീഴ്ചയില്ലാത്ത പീഡനമുറകൾ. കരീബിയൻ ദ്വീപായ ഹെയ്ത്തി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് കറുത്ത വർഗ്ഗക്കാരെ കപ്പലുകളിൽ മൃഗങ്ങളെപ്പോലെ കെട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന് കരിമ്പിൻ തോട്ടങ്ങളിൽ പണിയെടുപ്പിച്ചു. ഇതിനെതിരെ പ്രതികരിച്ചവരെ ജീവനോടെ കത്തിച്ചു കളഞ്ഞു. അപ്പോൾ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞകാല ചെയ്തികളുടെ പേരിൽ ഇന്ന് ആ ജനതയോട്, രാജ്യത്തോട് വൈരാഗ്യം കാണിക്കണമെന്നല്ല. ആ രാജ്യത്തെ അന്ധമായി ആരാധിക്കുമ്പോൾ ആ രാജ്യം മലയാളികളോടും ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യ പിൻഗാമികളോടും ചെയ്ത ക്രൂരതകൾ നമ്മുടെ ഓർമ്മയിലുണ്ടാകണമെന്ന് മാത്രം. നമ്മുടെ സ്വതന്ത്ര പോരാളികളുടെ കഷ്ടപ്പാടുകളും ജീവത്യാഗത്തെയും ഓർമ്മിക്കണം. നമ്മുടെ രാജ്യത്തെ ദരിദ്രരാഷ്ട്രമാക്കിയത് ഈ അധിനിവേശ ശക്തികളാണ്. ഇവരുടെയൊക്കെ രക്തത്തിൽ ജനിതകമായി അലിഞ്ഞു കിടക്കുന്ന അധിനിവേശ ത്വരയാണ് ഇവരെ അന്ന് അതിന് പ്രേരിപ്പിച്ചത്. ഇപ്പോൾ അന്താരാഷ്ട്ര മര്യാദകളുടെയും സായുധ സമാധാനത്തിൻ്റെയും ഒക്കെ പേരിൽ ഒതുങ്ങി കഴിയുന്ന ഇവരൊക്കെ അനുകൂല സാഹചര്യങ്ങളിൽ ഏത് നിമിഷവും അവരുടെ അധിനിവേശ വംശീയത മറനീക്കി രംഗത്ത് വന്നേക്കാം. അതിന് ഇപ്പോൾ സമകാലീന ഉദാഹരണങ്ങളുണ്ടെന്ന് വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന മലയാളികൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. ചരിത്രം അത് വായിച്ചു പഠിച്ച് പരീക്ഷ എഴുതാൻ മാത്രമല്ല, അത് ചില മുന്നറിയിപ്പുകളും മുൻകരുതലുകളും കൂടിയാണ്. കളി ആസ്വദിക്കാം, കായിക താരങ്ങളെ മാനിക്കാം, പക്ഷേ നമ്മളെ ചവിട്ടിമതിച്ച അധിനിവേശ പൂർവികതയെ ആരാധിക്കാതിരിക്കുക. ഈ രാജ്യം ഏതാണെന്ന് മനസ്സിലായവരും മനസ്സിലാകാത്തവരും കമൻറ്റ് ബോക്സിൽ വരൂ, ഷെയർ ചെയ്യൂ.